ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന NFL, അതായത് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇനീഷ്യലി നമുക്കൊരു വർഷം ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് സമയത്തിന് നമുക്ക് 40,000 മുകളിൽ സാലറി ലഭിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ നമുക്ക് ഏകദേശം 1 lakhിൻ്റെ മുകളിലുള്ള സ്കെയിലിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അത് മാത്രമല്ല ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. പെർമനന്റ് വാക്കൻസിയാണ്. ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത്, എവിടേക്കാണ് നമുക്ക് എക്സാം കേന്ദ്രങ്ങളുള്ളത്, അത് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ കാണുന്നവരിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ അവരോട് ദയവായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് 60.1K ആയിട്ടുണ്ട് നമ്പർ. അപ്പോൾ നമുക്ക് ഈ നമ്പർ ഇങ്ങനെ കൂടുന്നത് കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ HLൻ്റെ നിങ്ങൾക്ക് കാണാം, KSRTC, സ്വിഫ്റ്റ്, അങ്ങനെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഈ പറയുന്ന ICMR, അങ്ങനെ പറഞ്ഞിട്ട് വിവിധ നോട്ടിഫിക്കേഷൻ റീസെൻ്റ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി നോട്ടിഫിക്കേഷൻ ഇതിലുണ്ട്. നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇത് വന്നിരിക്കുന്നത് 12/6/2024 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസിയും അതിൻ്റെ എന്താണ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന കാറ്റഗറി അതിൻ്റെ വേക്കൻസി നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ മാനേജ്മെന്റ് ട്രെയിനി കെമിക്കൽ 56 വേക്കൻസിയാണ്. ഇതിൻ്റെ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. പേ സ്കെയിൽ 40,000 മുതൽ 1,40,000 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. പിന്നെ അത് ജനറൽ OBC SC ST ഒക്കെ നിങ്ങൾക്ക് വേക്കൻസി റിസർവ് വേക്കൻസികളിവിടെ കാണാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാൻ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് PWDയിൽ തന്നെ ഏതൊക്കെ കാൻഡിഡേറ്റ്സിന് അതിലേക്ക് ഏതൊക്കെ കാറ്റഗറിയിലേക്ക് അതിലേക്ക് സ്യൂട്ടബിൾ ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെക്ക് ചെയ്യാം. ഇതിനടുത്തത് നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റ് കോഡാണ് കേട്ടോ. ഈ വരുന്ന ഈ നമ്പർ പോസ്റ്റ് കോഡാണ്. അടുത്ത് വരുന്ന മാനേജ്മെന്റ് ട്രെയിനിങ് മെക്കാനിക്കലാണ്. ഇതേ സെയിം സ്കെയിൽ തന്നെയാണ് എല്ലാം വരുന്നത്. ഇതിൽ 18 വേക്കൻസിയാണ്. ബാക്കിയുള്ള ഞാൻ പറയുന്നിട്ടോ, റിസർവ് വേക്കൻസിയും കൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക്കലാണ് 21 വേക്കൻസി വരുന്നുണ്ട്. ഇതിനടുത്ത് നിങ്ങൾക്ക് മാനേജ്മെന്റ് ട്രെയിനിൽ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ഇതിൽ 17 വേക്കൻസി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഇൻസ്ട്രുമെന്റേഷനിലൂടെ ST വേക്കൻസി തീരെ ഇല്ല. അവർക്ക് എന്ത് ചെയ്യാം, ഈ ജനറൽ വേക്കൻസി 9 വേക്കൻസി ജനറൽ ഉണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, പക്ഷേ റിസർവേഷൻ ലഭിക്കില്ല എന്നുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ കെമിക്കൽ ലാബ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 12 വേക്കൻസിയാണ്. അതുപോലെ തന്നെ സിവിൽ ഉണ്ട്. സിവിലിൽ 3 വേക്കൻസി. ഇതിനടുത്തത് ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ട്, 5 വേക്കൻസിയാണ്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിങ്ങൾക്ക് 5 വേക്കൻസി ഉണ്ട്. ദെൻ മെറ്റീരിയലിൽ നിങ്ങൾക്ക് 11 വേക്കൻസി ഉണ്ട്. ദെൻ HR നിങ്ങൾക്ക് 16 വേക്കൻസിയാണ്. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേക്കൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേക്കൻസിയുടെ എണ്ണം കൂടട്ടെന്ന് വിചാരിച്ച് നിൽക്കരുത്. നിങ്ങളെല്ലാം എന്താണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് എക്സാം എഴുതുമ്പം ഏതെങ്കിലുമൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മളുണ്ടാവുന്നുള്ള ആ ഒരു എന്താണ് വിശ്വാസം നമ്മൾ ഉൾക്കൊണ്ടിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ എന്താണ് പേ സ്കെയിൽ കാര്യങ്ങൾ തന്നെ ആദ്യം പറയാം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഒരു വർഷത്തെ ട്രെയിനിങ് ലഭിക്കും. ആ ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നമ്മളെ പെർമനൻ്റ് ആക്കുക. അതിൽ നമുക്ക് ഈ പറയുന്ന സ്കെയിലായിരിക്കും കേട്ടോ. 40,000 മുതൽ 1,40,000 എന്നുള്ള ആ ലെവലിലായിരിക്കും സ്കെയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് പേ വരുന്നത് 41,200 നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ് സമയത്ത് 40,000 പെർ മന്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എന്താണ് അലവൻസ്, ഇൻഡസ്ട്രിയൽ അലവൻസ്, അതുപോലെ ഹൗസ് റെൻ്റ് അലവൻസ്, നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഗ്രാറ്റുവിറ്റി, അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ് ഇതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഇവിടെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ വിവിധ ഓഫീസുകളിൽ യൂണിറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതായത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറായവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്ന സ്ഥലത്തെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം ഇന്ത്യയിൽ ഇവരുടെ വിവിധ യൂണിറ്റ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കെമിക്കലിലാണ്. മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന കാറ്റഗറിയിൽ കെമിക്കലാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എല്ലാം വരുന്നത് 18 to 28 ആണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മിനിമം ഏജ് 18, മാക്സിമം 27 ആണ്. എന്നാൽ OBC ആണെങ്കിൽ അവർക്ക് 30, OBC NCL ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ SC ST ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എക്സ് സർവീസ്മെനും നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കെമിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് ടെക്നോളജി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BTechോ BEയോ അല്ലെങ്കിൽ BSCയോ നിങ്ങൾ ഫുൾ ടൈം റെഗുലർ ആയിട്ടുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മിനിമം 60% മാർക്ക് വേണം. എന്നാൽ SC ST PWD ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 50% മാർക്കുള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ,
അപ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം BE or BSc ഈ പറയുന്ന റെഗുലറായിട്ട് നമ്മൾ പഠിച്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് ടെക്നോളജി ഇതിലേതെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏജ് ലിമിറ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഏജ് ലിമിറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാത്തിലും സെയിം ഏജ് ആണ് പറയുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് മെക്കാനിക്കലാണ്. മെക്കാനിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ എന്താണ് 60% മാർക്കോടുകൂടി BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫുൾ ടൈം റെഗുലറായിട്ട് പഠിച്ചവരായിരിക്കണം. 50% മതി. SC/ST PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 50% മതി. ഇനി അതല്ല നിങ്ങൾക്ക് AMIയിൽ നിന്ന് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഫ്രഷർ ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എല്ലാത്തിലും ഫ്രഷേഴ്സിന് എന്നാണ് വേക്കൻസി. ഇതിനടുത്ത് ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സെയിം ഏജാണ്, 18-27 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ നിങ്ങൾ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗോ കഴിഞ്ഞിട്ടെങ്കിൽ ഫുൾ ടൈം റെഗുലറായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മിനിമം ആണ്. SC/ST ആണെങ്കിൽ PWD ഒക്കെ ആണെങ്കിൽ 50% മാർക്ക് മതി കേട്ടോ. ഇനി AMIയിൽ നിന്ന് നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. 18-27 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഫുൾ ടൈം റെഗുലറായിട്ട് പഠിച്ച് 60% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. SC/ST ആണെങ്കിൽ 50%, PWD ആണെങ്കിൽ 50% മാർക്ക് മതി. AMI ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് കെമിക്കൽ ലാബാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc കെമിസ്ട്രി കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് കെമിസ്ട്രി ഈ പറയുന്ന ഒന്നെങ്കിൽ MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc ഇൻഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഈ പറയുന്ന കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ നിങ്ങൾ എന്താണ് MSc മാസ്റ്റർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 60% മിനിമം മാർക്കാണ്. SC/ST PWD ആണെങ്കിൽ 50% മാർക്ക് മതി. ഇനി അതർ ബ്രാഞ്ച് ആയിട്ടുള്ള ഈ പറയുന്ന കെമിസ്ട്രിയുടെ മറ്റ് ബ്രാഞ്ചുകളുണ്ടല്ലോ, ഈ ബയോ കെമിസ്ട്രി, ഫാർമസി, ടോക്സിക്കോളജി ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇതൊന്നും കഴിഞ്ഞവരാണെങ്കിൽ അവർ എലിജിബിൾ അല്ല കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിനടുത്തത് സിവിലാണ്. സിവിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് BE or BTech BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST PWD ആണെങ്കിൽ 50 മതി. ഇനി AMI ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിലേക്ക്. ഇതിനടുത്ത് ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി ഈ പറഞ്ഞിരിക്കുന്ന ഏതിലെങ്കിലും നിങ്ങൾ എന്താണ് BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഫുൾ ടൈം ആയിട്ട് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മിനിമം മാർക്ക് വേണം. ഇനി SC/ST PWD ആണെങ്കിൽ 50% മാർക്ക് മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ഫയർ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കഴിഞ്ഞവർക്ക് BE or BTech അല്ലെങ്കിൽ BSc റെഗുലറായിട്ട് 60% മാർക്ക് കൂടി പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അങ്ങനെ കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലുള്ള ഒരു ഡിപ്ലോമയും കൂടെ അവർ ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി ഇതിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ BE or BTech BSc കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന BE or BTech BSc എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ മെക്കാനിക്കലിലോ അല്ലെങ്കിൽ കെമിക്കലിലോ അല്ലെങ്കിൽ ഫയറിലോ നിങ്ങൾക്ക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് അതിൻ്റെ കൂടെ എന്തും പാടെ വേണം, ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ ഡിപ്ലോമയും പാടെ വേണം. അപ്പം അതുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിലാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, മറ്റുള്ളവർക്ക് മുകളിൽ പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്തത് IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയിലോ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് BE or BTech BSc കഴിഞ്ഞവർക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാത്തിലും പെർസെൻറ്റേജ് മിനിമം 60 വേണം. SC/ST PWD ആണെങ്കിൽ 50% മതി റിലാക്സേഷൻ അവർക്ക്. ഇതിനടുത്ത് മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ എന്താണ് BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എന്താണ് ഇപ്പം MBA നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. 2 ഇയർ ഡ്യൂറേഷനുള്ള MBA അല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ PGDM അല്ലെങ്കിൽ PGDBM ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഈ പറയുന്ന സ്പെഷ്യലൈസേഷനോടുകൂടി മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എന്താണ് സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് MBA അല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ PGDM അല്ലെങ്കിൽ PGDBM ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ഈ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ BE or BTech മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് സയൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇത് കഴിഞ്ഞവർക്കും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന MBA പോലെയുള്ള എന്താണ് PG പോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം, ഡിപ്ലോമ പോലെ ഈ PG ഡിപ്ലോമ പോലെയൊക്കെ കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഡയറക്റ്റായിട്ട്.
ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനടുത്ത് ലാസ്റ്റ് വൺ HR ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 60% മിനിമം മാർക്ക് വേണം. ഈ പറഞ്ഞിരിക്കുന്ന 2 വർഷം ഡ്യൂറേഷനുള്ള MBA അല്ലെങ്കിൽ ഈ പറയുന്ന PG ഡിഗ്രി അല്ലെങ്കിൽ PG ഡിപ്ലോമ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആകാം, PG DMO അല്ലെങ്കിൽ PG DBMO ആകാം. അത് ഇൻ്റഗ്രേറ്റഡ് MBA ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഏതൊക്കെ ഏരിയ ആയിരിക്കണം സ്പെഷ്യലൈസേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷനിലോ അല്ലെങ്കിൽ HR മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ലേബർ ലോസ് ആൻഡ് പേഴ്സണൽ മാനേജ്മെൻറ്റിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ സ്പെഷ്യലൈസേഷനോട് കൂടി നമ്മൾ മുകളിൽ പറഞ്ഞ രീതിയിൽ MBA PG ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന MBA PG ഡിഗ്രി ഒക്കെ PG ഡിപ്ലോമ ആണെങ്കിൽ നമ്മൾ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയും. അപ്പോൾ അതായത് രണ്ട് ഡിസിപ്ലിൻ നമുക്ക് സ്പെഷ്യലൈസേഷൻ ആയിട്ട് പഠിച്ചവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ നിങ്ങളുടെ എന്താ പറയുക പ്രത്യേകമായിട്ട് നമ്മൾ മേജർ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിൻ ആയിരിക്കണം കേട്ടോ. അത് മേജർ സ്പെഷ്യലൈസേഷൻ അതായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡ്യുവൽ സ്പെഷ്യലൈസേഷനോട് കഴിഞ്ഞവർക്ക് അവർ പഠിച്ചതിൽ മേജർ സ്പെഷ്യലൈസേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡിസിപ്ലിൻ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ആട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും, ഈ പറയുന്ന SC/ST OBC ദെൻ PWD അതുപോലെ എക്സ് സർവീസ്മെൻ ഒക്കെ. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നത് 700 രൂപയാണ് കേട്ടോ. അപേക്ഷാ ഫീസ് വരുന്നത് ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിലും 700 രൂപയാണ് വരുന്നത്. ഇനി SC/ST അതുപോലെ PWD എക്സ് സർവീസ്മാൻ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ 12/6 മുതൽ ജൂൺ 12 മുതൽ നിങ്ങൾക്ക് എന്താണ് ജൂലൈ 2 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. അതോടൊപ്പം നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. PDF ഫോർമാറ്റിൽ 2 MB കൂടാൻ പാടില്ല. മാക്സിമം ഫയൽ സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് ഷീറ്റ് അതുപോലെ അങ്ങനെയുള്ള അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കേട്ടോ അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊന്നും നമ്മൾ നോക്കേണ്ട, എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്താൽ മതി. പിന്നെ SC/ST OBC NCLൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് നിശ്ചിതമായുള്ള ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ട് തയ്യാറാക്കി. പിന്നെ AWS ആണെങ്കിൽ AWS കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ PWD ആണെങ്കിൽ PWDൻ്റെ കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി റൈറ്റിങ്ങിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് എക്സാം എഴുതുന്നതിന് കൂടുതൽ സമയം വേണോ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ നിശ്ചിത ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് നിശ്ചിതമായുള്ള വെയിറ്റേജ് കാര്യങ്ങളുണ്ട്, അപ്പോൾ അവരുടെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറയാൻ കാരണം ചിലർ പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഡൊമസൈൽ എന്നൊക്കെ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ആധാർ കാർഡോ പാസ്പോർട്ടോ ഇലക്ഷൻ ID കാർഡോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾ നിർബന്ധമായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കുക. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ബേസ്ഡ് ആയുള്ള എക്സാമിനേഷൻ ആയിരിക്കും. OMR ബേസ്ഡ് ടെസ്റ്റാണ്. നമുക്ക് കേരളത്തിൽ കൊച്ചിയിലാണ് എന്ത് ചെയ്യുക എക്സാം സെൻറ്റർ ഉള്ളത്. പിന്നെ നമുക്ക് ചെന്നൈ ഉണ്ട്, പിന്നെ നമുക്ക് ബാംഗ്ലൂരൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളൊക്കെ കൂടെ കാണാം. ഇത്രയും സ്ഥലങ്ങളിലാണ് എക്സാം ഉണ്ടായിരിക്കുക. OMR ബേസ്ഡ് ടെസ്റ്റാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല. അപ്പോൾ OMR ബേസ്ഡ് ടെസ്റ്റ് തന്നെ 2 പാർട്ട് ഉണ്ടായിരിക്കും. ഒന്ന് ഡിസിപ്ലിൻ റിലേറ്റഡും ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ഉള്ള ഏരിയ ആണ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. 2 മണിക്കൂറാണ് ടൈം ഡ്യൂറേഷൻ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്നത് 150 ആണ്. അതിൽ 100 ക്വസ്റ്റ്യൻ നമ്മുടെ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 50 ക്വസ്റ്റ്യൻ വരുന്ന ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണെന്ത് ഈ 50 മാർക്കിന് വരുന്നത്. എങ്കിലും ഇവിടെ പറയുന്നുണ്ട് യാതൊരുവിധ നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് അതിലുള്ള ഇൻസ്ട്രക്ഷൻ നോക്കണം. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാം, പക്ഷേ നിങ്ങൾ വായിക്കണം കേട്ടോ ഇൻസ്ട്രക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂവും പാടെ നോക്കിയിട്ടാണ് ഇതിലേക്ക് ഫൈനൽ സെലക്ഷൻ. അപ്പോൾ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ OMR ബേസ്ഡ് ടെസ്റ്റിന് 80% വെയിറ്റേജ് കൊടുക്കുന്നത്, പേഴ്സണൽ ഇൻ്റർവ്യൂവിന് 20, ഇങ്ങനെ 100%. ഓക്കെ, അപ്പോൾ ഈ രണ്ടിൻ്റെയും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിലേക്ക് സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 12 ആണ്, ക്ലോസിംഗ് ഡേറ്റ് 2 ആണ്. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 31. ഏജ് ആണെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിലും 31/5/2024 എന്ന് പറയുന്ന ആ ഡേറ്റിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 4/7/2024 മുതൽ നിങ്ങൾക്ക് 5/7 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആണത്. അപ്പോൾ അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, മിസ്റ്റേക്ക് വരാതെ മാക്സിമം നിങ്ങൾ ചെയ്യുക. മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. ജൂലൈ 4 നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ലിങ്ക് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ഈ പേജിലേക്ക് നമ്മുടെ സൈഡിലേക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണാം NFL മാനേജ്മെൻറ്റ് ട്രെയിനിങ്സ് എൻ്റെ താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെയാണ് നിങ്ങൾക്ക് ഉള്ള ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തത്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലേ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണിക്കാം.
അങ്ങനെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ കൂടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഓപ്പണിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഓരോ ഡിസിപ്ലിൻ വൈസ് വേക്കൻസി ഉണ്ട്. ഓരോന്ന് ഏതിലേക്കാണ് നമ്മൾ അപ്ലൈ വെച്ചാൽ നമ്മൾ അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്കിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് നേരെയുള്ള ലിങ്കിൽ അപ്ലൈ എന്നുള്ള ബട്ടൻ്റെ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫോർമാറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ SC/ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിന് OBCൻ്റെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാം. EWS എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ രീതിയിലുള്ള സെയിം ഫോർമാറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ OBC ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം. ഈ സെയിം ഫോർമാറ്റ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇതന്നെ പ്രിൻ്റ് എടുത്ത് ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം അതാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ കാണാം ഓപ്പണിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ മാനേജ്മെൻറ്റ് ട്രെയിനിങ് കെമിക്കലാണ് അവിടെ കൊടുക്കുന്നത്. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. ആദ്യമായിട്ടാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, എന്നിട്ട് ജനറേറ്റ് OTP എന്ന് കൊടുത്ത് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് രജിസ്റ്റർ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ജനറേറ്റ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഇമെയിലേക്ക് OTP അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. നമ്മളിവിടെ OTP കൊടുക്കുക, നമ്മുടെ മൊബൈലിലേക്ക് വന്ന OTP ഇവിടെ കൊടുക്കുക, മെയിലിലേക്ക് വന്ന OTP ഈ കോളത്തിൽ കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് എങ്ങനത്തെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങളത് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ഈ പറയുന്ന മിനിമം 8 ക്യാരക്ടർ വേണം, അത് അപ്പർ കേസ് ലോവർ കേസ് ഒക്കെ വേണം എന്നുള്ള കണ്ടീഷൻ കേട്ടോ. പിന്നെ നമ്മൾ കൺഫേം കൊടുക്കുക, എന്നിട്ട് നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുക്കാം. ഞാനത് രജിസ്റ്റർ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു, പാസ്വേഡൊക്കെ കൊടുത്തു. ഞാനിവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നേരെ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള പേജിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും. ആ രജിസ്ട്രേഷൻ നമ്പറോടെ അടിച്ചു കൊടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടല്ലോ അടിച്ചു കൊടുക്കുക, എന്നിട്ട് ക്യാപ്ച കോഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഇതൊക്കെ കൊടുത്തു, ക്യാപ്ച എടുത്തു, ഇവിടെ ലോഗിൻ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഡാഷ്ബോർഡാണ് ഇവിടെ കാണാൻ. രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കാണിക്കും. ഇനി നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളോട് ചോദിക്കുന്നത്. കൂടെ കാണാൻ പറ്റും കെമിക്കലാണോ മെക്കാനിക്കലാണോ ധരിച്ചാൽ നമ്മൾ ഏതിനാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കെമിക്കലാണ് കൊടുക്കുന്നത്. ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കെമിക്കൽ എന്നുള്ള സെലക്ട് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇത് മൊത്തം നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്പർ കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മളിവിടെ ടിക്ക് ചെയ്യാണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളിതൊക്കെ വായിച്ചു എന്നുള്ള റീഡ് ചെയ്ത് എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത് അവിടെ ഫാദറിൻ്റെ പേരാണ്. ഫാദറിൻ്റെ പേര് മുതൽ ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് തുടങ്ങുക. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ഏതാ ചോദിക്കുന്നുണ്ട്. കാറ്റഗറി ജനറൽ OBC SC/ST ചോദിക്കുന്നുണ്ട്, സെലക്ട് ചെയ്യാം. ദെൻ ഏത് കാറ്റഗറി ആണ് നമ്മൾ എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏത് കാറ്റഗറിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ജനറൽ ആണെങ്കിൽ ജനറൽ കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ SC കാൻഡിഡേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് SCയിൽ വേക്കൻസി ഇല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ജനറൽ വേക്കൻസിയിലേക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ജനറൽ വേക്കൻസിയിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് ഡൊമസൈൽ നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ കേരള സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ളതാണ്, നോ കൊടുക്കാം. ദെൻ ആംഡ് ഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്, നോ കൊടുക്കാം. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കണം കേട്ടോ. ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നോ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതായത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ യെസ് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ പറയുന്ന പീരീഡിൽ 1/1/1980 മുതൽ 89 വരെയൊക്കെ നമ്മൾ ജമ്മു കാശ്മീരിൽ താമസിച്ചവരാണോ എന്നുള്ളതാണ്. ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ സർവീസിലിരിക്കുമ്പം മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ വന്നവരുടെ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളതാണ്. ഇതൊക്കെ അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ, യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് അതായത് NFL എംപ്ലോയി ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നോ കൊടുക്കാം. പിന്നെ നമ്മൾ അപ്രൻറ്റീഷിപ്പ് ആക്ട് പ്രകാരം നമ്മൾ NFL അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ ചെയ്യട്ടെ, കാരണം അതിനൊക്കെ ഒരു വെയിറ്റേജ് ഒക്കെ ഉണ്ടാവും നിശ്ചിതമായിട്ട്. അപ്പോൾ നമ്മളിവിടെ നോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഞാൻ ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കാണിക്കാം. ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് വന്നിരിക്കുന്നത് മദറിൻ്റെ പേര് കൊടുക്കണം. അതുപോലെ തന്നെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, മദറിൻ്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ നാഷണാലിറ്റി ഇന്ത്യ എന്നുള്ളത് കൊടുക്കാം. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ആധാർ കാർഡോ വോട്ടർ ID യോ ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുത്തത്. അതിൻ്റെ നമ്പർ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഇവിടെ അടിച്ചു കൊടുക്കണം. ദ റിലീജിയൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. മതം ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ദെൻ ഇപ്പം ഇസ്ലാം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മൈനോറിറ്റിയാണ്. അപ്പോൾ നമുക്കിവിടെ യെസ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യാൻ സിഖ് ആണെങ്കിലും അതൊക്കെ മൈനോറിറ്റി റിലീജിയൻ കൊടുക്കുമ്പോൾ ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ യെസ് ഉണ്ടാവും. ഹിന്ദു കൊടുക്കുമ്പോൾ നമുക്കത് മൈനോറിറ്റി റിലീജിയൻ അല്ല, അതുകൊണ്ട് നോ ആണ് അവിടെ ഉണ്ടാകുക.
ദെൻ നമുക്ക് കോറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. നമുക്ക് എന്തെങ്കിലും ലെറ്ററൊക്കെ അയച്ചാൽ നമുക്ക് കിട്ടണമല്ലോ, ആ അഡ്രസ്സാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് വേറെ ഉണ്ട്. നമ്മുടെ റേഷൻ കാർഡിൽ അതുപോലെ നമ്മുടെ SSLC ബുക്കിലൊക്കെ അഡ്രസ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ശരിക്കും പെർമനൻറ്റ് അഡ്രസ്സായിട്ട് നമ്മുടെ SSLC ബുക്കിലുള്ള അഡ്രസ്സാണ് പെർമനൻറ്റ് അഡ്രസ്സായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ആ അഡ്രസ്സും മറ്റേ അഡ്രസ്സും സെയിം ആണെങ്കിലും കൂടെ ആ സെയിം ആസ് എന്നുള്ള ടിക്ക് കൊടുത്താൽ മതി. മോളിൽ കൊടുത്ത അഡ്രസ്സ് ഇവിടേക്ക് വരും. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഞാൻ വെറുതെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുള്ളൂ, നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. കറക്റ്റ് ഇതൊന്നല്ല കൊടുക്കുന്നത്, വാല്യൂസ് എന്നല്ല കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള ഏതാ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനാണ്, കാലിക്കറ്റ് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മളോട് ടിക്ക് ചെയ്താൽ മുകളിൽ കൊടുത്ത അഡ്രസ്സൊക്കെ ഇവിടെ കോപ്പി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീണ്ടും റീ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അത് ഡിഫറൻറ്റ് ആണെങ്കിൽ നിങ്ങൾ അൺടിക്ക് ചെയ്തിട്ട് അത് ഡിഫറൻറ്റ് ആയിട്ട് തന്നെ ഇവിടെ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് വേറെ മൊബൈൽ നമ്പർ ഉണ്ടാവും കൊടുക്കാൻ നിർബന്ധമില്ല. പിന്നെ നമ്മുടെ എക്സാം സിറ്റി നിങ്ങൾക്ക് എവിടെ വേണ്ടി വെച്ചാൽ, അപ്പോൾ ഞാൻ ഒന്നാമത്തെ പ്രിഫറൻസ് കൊച്ചിയാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഞാൻ കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കേണ്ടതിൽ ഇവിടേക്കാണുള്ള ചാൻസ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാംഗ്ലൂരാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇന്നൊരു സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കാണിക്കാം. ഇനി ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൂടെ കൊടുക്കാം. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ള BA or BTech, BSc അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന MI, ഞാനിപ്പോൾ സെലക്ട് ചെയ്ത എൻ്റെ എന്താണ് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇവിടെ വരിക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാൻ, ഞാൻ ഇപ്പോൾ BTech ആണ് വിചാരിക്കുക. അതിനുശേഷം സ്പെഷ്യലൈസേഷൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണോ അതിൽ ഏതാச்சுം നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിന് ഏത് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി പേര് കൊടുക്കാം. പിന്നെ അതിനുശേഷം നിങ്ങളുടെ റെഗുലർ ആണോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആണോ എന്നുള്ളതാണ്. ഇതിൽ ഫുൾ ടൈം ആയി പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ടൈം നമ്മൾ കൊടുക്കുക. ഡ്യൂറേഷൻ, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കൊടുക്കുക. അപ്പം 4 വർഷം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് പെർസെൻറ്റേജ്, ടോട്ടൽ പെർസെൻറ്റേജ് എത്ര വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് പെർസെൻറ്റേജ് അവിടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഡേറ്റ് കൊടുക്കണം. നമ്മൾ പാസ് ഔട്ടായ ഡേറ്റാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റ് ഇതിൽ കൊടുക്കുന്നു, ഏകദേശം ഡേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, മറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം, +2ൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ കോളങ്ങളൊക്കെ അങ്ങനെ കൊടുത്താൽ മതി. അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പെർസെൻറ്റേജ് കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് പാസിംഗ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫില്ല് ചെയ്ത് +2ൻ്റെ അങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കാണിക്കാം. വേറെ എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ ആഡ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു ഞാൻ. അങ്ങനെ നെക്സ്റ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിൻ്റെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മളത് ബ്ലാങ്ക് ആക്കി വിടാം. ഓക്കെ, അങ്ങനെ എക്സ്പീരിയൻസ് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കാം കേട്ടോ. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മുൻപ് നമ്മൾ NFL-ൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അങ്ങനെയുള്ളവർ. ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും NFL വർക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ നമ്മുടെ ഡിക്ലറേഷനാണ്. നമുക്ക് എന്താണ് ഈ പറയുന്ന പോലീസ് കേസോ അല്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കേസുകളൊന്നും നമ്മളിതുവരെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, യെസ് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മളെന്താണ് ഈ പറയുന്ന ജോലിയിലൊക്കെ നമ്മൾ ഏതെങ്കിലും ജോലിയിൽ നമ്മൾ പ്രവേശിച്ച സമയത്ത് നമ്മൾ എന്താണ് അവിടുന്ന് പറഞ്ഞു വിടുക, ഡിസ്മിസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്ത് പണിഷ്മെൻറ്റ് അങ്ങനെയുള്ള കിട്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ അത് സർട്ടിഫൈ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, യെസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോ കൊടുത്താൽ നമ്മൾ അതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് കൊടുക്കുക കേട്ടോ. യെസ് കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ ലാസ്റ്റ് ഗെറ്റാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഫോട്ടോ അതുപോലെ നമ്മുടെ എന്താണ് ID പ്രൂഫ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ID പ്രൂഫായിട്ട് ഞാൻ വോട്ടർ ID നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നല്ലോ കൊടുത്തത്. അപ്പോൾ ഞാൻ വെറുതെ നമ്പർ അടിച്ചപ്പം വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി പാസ്ബുക്കാണ് കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം, ആധാർ കാർഡോ അതല്ല നിങ്ങൾക്ക് എന്താണ് ലൈസൻസോ വോട്ടർ ID ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന്, കാരണം ഞാൻ മറ്റേ ലൈസൻസ് ഒക്കെ എടുത്ത് അതിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുന്ന വെരി പെട്ടെന്ന് എന്താണ് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മറ്റേ എന്താണ് ബാങ്ക് പാസ്ബുക്ക് കൊടുത്ത് അതിൻ്റെ വെറുതെ ഒരു നമ്പർ അടിച്ചു കൊടുത്തു. മറ്റേ ഡ്രൈവിംഗ് ലൈസൻസും മറ്റേ എന്താ പറയുക വോട്ടർ ID ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ കറക്റ്റ് നമ്പർ കൊടുക്കണം, അല്ലെങ്കിൽ പേജ് ലോഡാവില്ല. അതുകൊണ്ട് കൊടുത്താണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആഴ്ച ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഫയലും എന്ത് ചെയ്യുക, അതിലൊക്കെ ഇതിൽ ചോദിക്കുന്ന ഫോട്ടോ ആദ്യം, പിന്നെ സിഗ്നേച്ചർ, പിന്നെ ID പ്രൂഫ്, പിന്നെ നമ്മുടെ SSLC ബുക്ക്, BTech സർട്ടിഫിക്കറ്റ്, BTech മാർക്ക് ഷീറ്റ് എല്ലാ സെമസ്റ്ററിൻ്റെയും അതൊക്കെ നമ്മളൊരു സിംഗിൾ PDF ആക്കുക കേട്ടോ. എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ഷീറ്റ് സിംഗിൾ PDF ആക്കുക. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഇവിടെ അപ്ലോഡ് ചെയ്യണം. മറ്റേത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് മുകളിൽ അപ്ലോഡ് ചെയ്ത്, പിന്നെ +2ൻ്റെത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും പെർസെൻറ്റേജ്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇപ്പം CGP ആണെങ്കിൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ഒക്കെ കാണിക്കുന്നെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടാവും, അതിൻ്റെ ഫോർമുല ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ പെർസെൻറ്റേജ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഫോർമുലയുടെ ഭാഗം ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ അതിലങ്ങനെ ഒരു ഫോർമുല കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് അങ്ങനെ ഒരു ഫോർമുലയുടെ അത് സർട്ടിഫൈ ചെയ്ത് നിങ്ങൾ അതത് കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എവിടെന്ന് വെച്ചാൽ വാങ്ങണം കേട്ടോ. പെർസെൻറ്റേജ് ഇത്രയാണെന്നുള്ള തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്, എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട, സിഗ്നേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാം ഓരോന്ന് കാണട്ടെ, നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ കാണും പറ്റും ഇവിടെ. ഇനി SSLC ബുക്കാണ്, അങ്ങനെ ഓരോന്ന് ജസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് ലാസ്റ്റ് കാണിക്കട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം എന്ത് ചെയ്തു ഇവിടെ അപ്ലോഡ് ചെയ്തു. നിങ്ങൾക്ക് ഇതാ ഓരോന്നും ഇവിടെ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ കോളത്തിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് വ്യൂ ചെയ്യണമെങ്കിൽ അത് ഓരോന്ന് വ്യൂ ചെയ്യട്ടെ. ഞാൻ ഇപ്പോൾ വെറുതെ ഏതൊക്കെ ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് അതിലേക്ക് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ കറക്റ്റ് കൊടുക്കണേ. നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഫിനിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഫിനിഷിന് കൊടുത്താൽ നമ്മുടെ ആ പ്രിവ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കാണാം, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഇതിലെല്ലാം നമ്മൾ കൊടുത്ത എല്ലാം ഓക്കെ ആണോ നോക്കാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിക്ലറേഷൻ കൊടുക്കുക, സേവ് ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാം. ഇത്രയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാരണം അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം വെറുതെ നമ്മൾ ചെയ്യുന്നതാണല്ലോ. ഓക്കെ, അപ്പം അവർക്ക് അവരുടെ എന്താണ് സൈറ്റ് വെറുതെ നമ്മൾ ലോഡ് ആക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് നോക്കിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂടുതൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.